ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അറബിക് ഫുഡായിട്ടാണ്. ഇത് മീനുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പേര് സയാദിയ എന്നാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് ഇതിന് മീനൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് ഫ്രീസറിൽ വെച്ചിട്ടാണ് കട്ട് ചെയ്തത്. അപ്പോൾ നല്ലോണം ഒന്ന് വെച്ചിട്ട് കട്ട് ചെയ്യുക, അപ്പോഴൊക്കെ ഈസി ആവുക. ഇതുപോലെ മുള്ളൊന്ന് അങ്ങനെ വേർതിരിച്ചെടുക്കാൻ. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളിനി വാങ്ങിയ മീൻ കഷ്ണം ഇങ്ങനെ വെട്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ ആക്കൊന്നും വേണ്ട. ഞാനിതിങ്ങനെ ഒന്നങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി ഇല്ല, നമുക്കിത് ഒന്നങ്ങനെ പൊരിച്ചിട്ട് അങ്ങനെയും വേണമെങ്കിൽ ഉണ്ടാക്കാം. ഇനി നമുക്കിത് ഒരു മീൻ ഫുള്ളായിട്ട് അങ്ങനെ വേണമെങ്കിലും പൊരിച്ചെടുക്കാം കേട്ടോ. ഞാനിതിങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയെടുക്കണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിതിൻ്റെ ഈ മുള്ള് വന്ന ഭാഗം നമുക്ക് ആവശ്യമുണ്ട്. ബാക്കി ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുക ചതുരത്തിൽ. ഇനി നമുക്കിതൊക്കെയുള്ള അരി ഒന്ന് വെള്ളത്തിൽ കുതിർത്തിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ഗ്ലാസ് അരി വെച്ചിട്ടാണ് ചോറുണ്ടാക്കുന്നത്. അപ്പം നമ്മൾ എടുക്കണ അരി ഒന്ന് വെള്ളത്തിൽ കുതിർത്തി വെക്കുക. കഴുകിയിട്ട് വെക്കണം. ഞാൻ കഴുകിയിട്ടാണ് വെള്ളത്തിൽ കുതിർത്താൻ വെക്കുന്നത്. 2-3 തവണ കഴുകുക, എന്നിട്ട് വെള്ളം ഒഴിച്ച് വെക്കുക. ഒരു അരമണിക്കൂർ വെച്ചാൽ മതി. ഇനി നമുക്ക് ഈ ചോറുക്കും മീനുക്കൊക്കെ ആവശ്യമുള്ളതാണ് അറബിക് സ്പൈസസ്. അപ്പോൾ അതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് പൊടിച്ചെടുത്തത് ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് പൊടിച്ചേണ്ടതെന്ന് കാണിച്ചു തരാം. നമ്മളിങ്ങനെ പൊടിച്ച് വെച്ചാൽ നമുക്ക് മന്തിയും കപ്സയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്കും ഇതിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതിങ്ങനെ ഒന്നായിട്ട് പൊടിച്ചേക്കാണ്. അപ്പോൾ ഇതിന് നമുക്ക് കുറച്ച് ആവശ്യമുള്ളൂ. ഇപ്പോൾ വേണ്ടത് നമ്മൾ ചെറിയ ജീരകം ഉണ്ടാവില്ലേ, അത് 1 ടേബിൾ സ്പൂൺ എടുക്കുക. പിന്നെ നമ്മൾ പട്ട വലിയൊരു കഷ്ണം എടുക്കുക. പിന്നെ കുരുമുളക് 1 ടേബിൾ സ്പൂൺ എടുക്കുക. പിന്നെ ഏലക്കായ 1 ടേബിൾ സ്പൂൺ എടുക്കുക. പിന്നെ നമ്മൾ കാറാമ്പൂ ഉണ്ടാവില്ലേ, ഗ്രാമ്പൂ, അതും 1 ടേബിൾ സ്പൂൺ എടുക്കുക. പിന്നെ നമ്മൾ മല്ലി പൊടിച്ചാൻ വേണ്ടി നമ്മൾ വാങ്ങി വെച്ച മല്ലി ഉണ്ടാവില്ലേ, അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ എടുക്കുക. പിന്നെ നമ്മൾ ഉണക്കനാരങ്ങ ഒന്ന് കുത്തിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ പൊടിച്ചെടുക്കുമ്പോൾ ഈസിയായി കിട്ടും. ഇനി ഇതൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തുങ്ങാണ്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ മഞ്ഞൾപ്പൊടി ചൂടാക്കുമ്പോൾ ചേർക്കണമെന്നില്ല, മറ്റേതൊക്കെ ചൂടാക്കിന് പൊടിച്ചുമ്പോൾ മാത്രം മഞ്ഞൾപ്പൊടി ചേർക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഇതിലേക്ക് ജാതിക്ക പൊടിച്ചതാണ്. ഇത് നമ്മളെ ജാതിക്ക ഉണ്ടാവില്ലേ, നമ്മളെ ഇതിലിടില്ലേ, ബിരിയാണിയിലൊക്കെ നമ്മൾ ഇടലുണ്ട്. അപ്പോൾ ഇത് പൊടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലൊരു കായമ്പുണ്ടാവില്ലേ, അത് പൊടിച്ചെടുത്താൽ മതി. ഞാനിങ്ങനെ പൊടിച്ച് വെക്കലുണ്ട്. അപ്പോൾ അതാണിത്. അപ്പോൾ ഇങ്ങനെ പൊടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് മീനും മസാല ഇതാക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ പട്ട പൊടിച്ചതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അറബിക് സ്പൈസസ് പൊടിച്ചില്ലേ, അതിന് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ജാതിക്ക പൊടിച്ചിട്ട് പിന്നെ നമുക്കിതൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത് വെളുത്തുള്ളിയാണ്. അപ്പോൾ ഞാൻ വെളുത്തുള്ളിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ വെളുത്തുള്ളിൻ്റെ നീരെടുത്തിട്ട് അത് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് കുറച്ച് കുരുമുളകും പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് കുറച്ച് നാരങ്ങൻ്റെ നീരും ഒഴിച്ചു കൊടുക്കണം. പിന്നെ കുറച്ച് ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനിതൊക്കെ ഇടാൻ മറന്നതേന്ന്, നമ്മൾ മുളകും പൊടി കുറച്ച് ചേർത്ത് കൊടുക്കണം. മീനിൽ നല്ലോണം പുരട്ടി വെക്കുക. 1 മണിക്കൂർ വെക്കണം കേട്ടോ. ഇനി നമുക്ക് ചോറുണ്ടാക്കാനുള്ളത് നോക്കാം. അപ്പോൾ ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 1 ഉള്ളി ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന അരിക്കനുസരിച്ച് ഉള്ളിൻ്റെയൊക്കെ അളവിൽ മാറ്റം വരുത്തണം കേട്ടോ. എന്നിട്ട് അത് അരിഞ്ഞെടുക്കുക. പിന്നെ നമുക്ക് കുറച്ച് വെളുത്തുള്ളിയാണ് വേണ്ടത്. അപ്പോൾ അതും കൂടി ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കണം. ഇനി നമുക്കതൊക്കെ വേണ്ടത് കല്ലുപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളെ പട്ട പൊടിച്ചത്, പിന്നെ മുളക് പൊടി, പിന്നെ നമ്മൾ അറബിക് സ്പൈസസ്, പിന്നെ നമ്മളെ ജാതിക്ക പൊടിച്ചത്, പിന്നെ കുരുമുളക് പൊടിച്ചത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 ഏലക്കായും പിന്നെ ഒരു ബേ ലീഫും, പിന്നെ 1 ഉണക്ക നാരങ്ങ എടുത്തിട്ടുണ്ട്. ഒലീവ് ഓയിൽ വേണം. നിങ്ങളടുത്ത് ഒലീവ് ഓയിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ എടുത്താൽ മതി. ഒലീവ് ഓയിൽ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഓയിൽ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ ഒലീവ് ഓയിലും നമുക്ക് കുക്കിങ്ങിന് ഉപയോഗിക്കാൻ പറ്റില്ല. ഇവിടെ എക്സ്ട്രാ വെർജിൻ ഒലീവ് ഓയിൽ എന്ന് എഴുതിയിട്ടില്ലേ, ഇതുമാതിരി എഴുതിയ ഒലീവ് ഓയിലേ നമുക്ക് കുക്കിങ്ങിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഒലീവ് ഓയിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ വല്ലാതെ മുക്കി പൊരിക്കണ സംഭവങ്ങൾക്കൊന്നും ഒലീവ് ഓയിൽ എടുക്കരുത്. ഇനി നമുക്ക് ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ബദാമും പിന്നെ നമ്മളെ പീനട്ടില്ലേ, കടല, അതും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് കാണിക്കാൻ മറന്നതാട്ടോ. അപ്പോൾ ഇത് ഇട്ടിട്ട് ഒന്ന് വറുത്ത് കോരിയെടുക്കുക. നമുക്ക് ലാസ്റ്റ് ഇടാനാണ്. നമുക്ക് ആ ചൂടായ എണ്ണയ്ക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി നല്ലോണം നമ്മൾ മുരിച്ചെടുക്കണം.
നമ്മൾ ഇതൊക്കെ ബിരിയാണിക്കൊക്കെ നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്തിട്ടില്ലേ അതുമാതിരി നല്ല ബ്രൗൺ കളറായി വരുവോളം നമ്മൾ ഉള്ളി മൂപ്പിച്ചെടുക്കണം. ഇതുപോലത്തെ നിറമായാൽ മതി, നല്ലോണം കറക്കാൻ നിൽക്കരുത്, അപ്പം ടേസ്റ്റൊക്കെ പോകും. പിന്നെ നമുക്കിതിക്ക് ഏലക്കായി നമ്മളെടുത്ത് വെച്ച പൊടികളൊക്കെ ഇല്ലേ അതൊക്കെ ഇട്ട് കൊടുക്കുക. ബേ ലീഫ്, അതുപോലെ നമ്മൾ പട്ട പൊടിച്ചത് അതെല്ലാതും ഇതൊക്കെ ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഉണക്കനാരങ്ങ ഇതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അത് ഞാനൊന്ന് കുത്തിങ്ങാണ്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്കൊന്ന് കീറിയിട്ട് ഇട്ട് കൊടുത്താലും മതി. ഞാൻ എല്ലാം കൂടെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അരി കുതിരാൻ വെച്ചില്ലേ, ആ പാത്രത്തിൽ അരി കുതിർന്ന് വന്ന് നമ്മൾ അരമണിക്കൂറോ അല്ലെങ്കിൽ 3/4 മണിക്കൂറോ വെച്ച് അത്ര ടൈമിൽ നമ്മൾ അരി എത്രത്തോളം കുതിർന്ന് വന്നിട്ടുണ്ട് ആ അളവിന് വെള്ളം എടുക്കുക. കുറച്ച് വെള്ളം ഒന്നധികം ഒഴിച്ചെടുക്കുന്നുണ്ട്, കാരണം അതിന് നമുക്ക് കുറച്ച് വെള്ളം നമുക്ക് ഇതൊക്കെ ഒരു സോസ് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം അധികം ഒഴിച്ചെടുക്കുന്നുണ്ട്, 2 കയ്യിൽ വെള്ളം. അങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മളെ മീനിൻ്റെ നമ്മൾ കയമ്പെടുത്തതിൻ്റെ ബാക്കി കഷ്ണം ഉണ്ടാവില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ മീൻ കടയിൽ നിന്ന് വാങ്ങിയതൊക്കെ അതിൻ്റെ തലയും വാലൊക്കെ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് അത് അടച്ച് വെക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക. മീനിൻ്റെ സ്മെല്ലൊക്കെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങണ വരെ നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കണം. ഇനി ആ സമയം കൊണ്ട് നമുക്ക് നമ്മളെ മീനൊന്ന് പൊരിച്ചെടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ചട്ടിക്ക് ഒലീവ് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ മീൻ പൊരിച്ചെടുക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ വെച്ച വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇതൊന്നൊന്ന് ഈ മീനും ഇതൊക്കെ ഒന്ന് ഊറ്റിയെടുക്കണം. നമുക്ക് വെള്ളം മാത്രം മതി, അത് നമുക്ക് ചോറ് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് ഊറ്റിയെടുക്കുകയാണ് ഞാൻ. വെച്ച ഈ വെള്ളം തിന്ന് കുറച്ച് വെള്ളം നമ്മൾ സോസിന് വേണ്ടി എടുത്തിരുന്നില്ലേ അത് ബാക്കിയൊക്കെ നമ്മൾ വെള്ളം തിളപ്പിച്ച് അതേ പാത്രത്തിൽ തന്നെ ഒഴിച്ച് വെക്കാം നമുക്ക് ചോറ് വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ കഴുകി വാരാൻ വെച്ച അരി അതൊക്കെ ഇട്ട് കൊടുക്കുക. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ തീയൊന്ന് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ചോറ് വെച്ച ടൈമിൽ ഇപ്പുറത്ത് നമ്മൾ മീൻ പൊരിഞ്ഞ് ഒരു സൈഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്ത് 2 സൈഡും മൊരിച്ചെടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിക്ക് കഴിക്കാനുള്ള സോസുകൾ നമുക്ക് ചോറ് വേകുമ്പോഴത്തേന് ഉണ്ടാക്കി വെക്കാം. നമുക്ക് മന്തിക്കൊക്കെ ഉണ്ടാക്കില്ല, നമ്മൾ തക്കാളി കൊണ്ടൊരു വെള്ളം അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു തക്കാളി എടുത്തിട്ടുണ്ട്, കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്, പിന്നെ വറ്റൽ മുളകാണ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഉണക്കമുളക് ഉണ്ടാവില്ലേ അത്. ഇനി ഇതില്ലാന്നുണ്ടെങ്കിൽ പൗത്ത മുളക് ഉണ്ടെങ്കിൽ എടുത്താലും മതി. ഇനി അതും ഇല്ലാന്നുണ്ടെങ്കിൽ പച്ചമുളക് എടുത്താൽ. പിന്നെ വേണ്ടത് സുർക്കയാണ്. സുർക്ക കുറച്ച് ഒഴിച്ചാൽ മതി. പിന്നെ കുറച്ച് വെള്ളവും വേണം. പിന്നെ നമുക്ക് ഉപ്പ് വേണം. ഇതൊക്കെ കൂടെ ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. നമുക്ക് 1 ടേബിൾ സ്പൂണൊക്കെ സുർക്ക ഒഴിച്ചാൽ മതി. ഞാനിപ്പോൾ ഇതിൽ 2 അടപ്പുള്ള ഒഴിക്കണത്, ഈ സുർക്കൻ്റെ തന്നെ ഉപ്പിൻ്റെ. അപ്പോൾ അത് നല്ല പേസ്റ്റ് പോലെ അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സോസ് നോക്കാം. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ വെള്ളമല്ലേ നമ്മൾ ചോറ് വെക്കാൻ വേണ്ടിയിട്ട്, അതിന് കുറച്ച് മാറ്റി വെച്ചിരുന്നു അതും. പിന്നെ നമ്മളതിലിട്ടിരുന്ന ഉള്ളി ഇതൊക്കെ അല്ലേ അതും. പിന്നെ അതിലെ മീനിൻ്റെ വന്ന് ഞാൻ മുള്ളൊന്നും ഇല്ലാണ്ട് മാറ്റിയെടുത്ത കുറച്ച് കഷ്ണങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഉള്ളി മസാല എടുക്കുമ്പോൾ അതിൻ്റെ മുള്ളൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തണം. എന്നിട്ട് ഇതൊക്കെ കൂടെ ഇത് രണ്ടും പാടെ നമുക്ക് മിക്സിയിലൊന്ന് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. നമ്മൾ അരച്ചെടുത്തത് ചുവറ്റിങ്ങാണ്ട് നമ്മൾ മിക്സി ഒന്ന് ചുവറ്റിങ്ങാണ്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു ചട്ടിക്ക് ഒഴിച്ചാൽ മതി. ഇനി നമുക്കിതൊക്കെ 1 സ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പ് നമുക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി, കാരണം നമ്മൾ ഇതിൽ ഉപ്പിട്ടതായിരുന്നു നേരത്തെ. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിത് ഇളക്കിയിട്ട് കട്ടയൊന്നുമില്ലാണ്ട് എടുക്കാം. ഞാൻ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് നല്ലോണം കുറുക്കൊന്നും വേണ്ട, ഒരു ചെറുതായിട്ട് നമുക്കിങ്ങനെ ഒഴിക്കാൻ പാകത്തിന് ആക്കിയെടുത്താൽ മതി. എന്നിട്ട് നമുക്കിതിന് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് പാകത്തിനായിട്ടുണ്ട്. ഞാനിത് തീ ഓഫാക്കാണ്. അപ്പോൾ ഇത് റെഡിയായി. ഇതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ തഹീന ഉണ്ടായാലും മതി ഇതിൻ്റെ ഒപ്പം കഴിക്കാൻ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ ഞാൻ കാണിച്ചു തരാം. വെള്ളമുള്ള അത് നമുക്ക്
കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കുക. എന്നിട്ട് ഇത് നല്ലോണം അരച്ചെടുക്കുക. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് തൈരും ഉപ്പും ചേർത്തുകൊണ്ട് നല്ലോണം ഒന്ന് അരച്ചെടുത്താൽ മതി. അപ്പോൾ തഹീനാവും. നല്ല ലൂസിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ. നമ്മൾ ഈ ചോറുക്കൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് ലൂസായാലും പ്രശ്നമല്ല. എന്നിട്ട് അരച്ചെടുക്കുക. അതാണ് നമ്മൾ തഹീന സോസ്. ഇതാട്ടോ. ഇതിൽ നമുക്ക് കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കണം. പിന്നെ ഞാനിത് അരച്ചെടുക്കണ വീഡിയോ എടുക്കാൻ മറന്നിരുന്നു, അതാണ് ഇങ്ങനെ കാണിച്ചത്. ചോറ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചോറൊക്കെ പാകത്തിന് വേവിലായിട്ട് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി എല്ലാവരും മീനൊക്കെ വാങ്ങിക്കുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാകും. പിന്നെ ഞാനിവിടെ എടുത്ത മീൻ ഷുഹർ നാട്ട് മീനാണ്. അതിവിടെ അങ്ങനെ പറയാം, എനിക്ക് നാട്ടിൽ അതിനെന്താ പറയുകയെന്ന് അറിയില്ല. പിന്നെ എന്താ ഈ 3 സോസൊന്നും ഉണ്ടാക്കണമെന്നില്ല കേട്ടോ. ഒരു സോസ് ഉണ്ടാക്കിയാലും മതി. ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഇങ്ങനെ നമുക്കിതുകൊണ്ടൊക്കെ കഴിക്കാം. ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കണമെന്നില്ല, നമുക്ക് ഒരു മീൻ ഫുള്ളായിട്ടും എടുക്കാം. അപ്പോൾ ഒരു മീൻ ഫുള്ളായിട്ട് എടുക്കുമ്പോൾ നമ്മൾ ഒരു മീൻ നമ്മൾ എടുത്ത് വെക്കുക, നമുക്ക് അതിൻ്റെ ചോറുണ്ടാക്കുന്ന ആ വെള്ളത്തിലേക്ക് ഇട്ടാൻ വേണ്ടിയിട്ട്. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക. നിങ്ങൾ ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക.